കളി. ഈ കനകം ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഓ എടി ജയന്തി, എടി എന്തോ? ഓ ട്രെയിനിന്റെ പേര് ജയന്തി എന്ന്. ആ പേരാ ഇവ കെട്ടിരിക്കുന്നത്. വരവിലോ ഫസ്റ്റ് ലാക്കും. എന്താ എന്തിനാ വിളിച്ച്? എനിക്ക് തമിഴ് പഠിക്കണം. എടി എനിക്ക് തമിഴ് പഠിക്കണമെന്ന്. അതെന്തിന്? അയ്യോ ഒന്നും അറിയാൻ മേലാത്ത പോലെ. എടി എന്റെ മൂത്ത മോൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കൊടും തമിഴ്ത്തിയല്ലേ. എനിക്ക് തമിഴ് അറിയാൻ മേലാത്തത് കൊണ്ട് അവൾ എന്നിട്ട് വട്ടം കറക്കുക. എത്ര നാളായി വായിക്ക് രുചിയായിട്ട് എനിക്കൊന്ന് വഴക്കിടാൻ പറ്റുന്നില്ല. അയ്യോ കഷ്ടം. ഇന്ന് അവളെ 4 എണ്ണം ഞാൻ പറയുന്നുണ്ട്. കൊറേ നാളായി അവൾ എന്നെ ഇട്ട് വരുത്താൻ തുടങ്ങിയിട്ട്. എടി അവക്ക് മലയാളം അറിയാമെങ്കിലേ ഞാൻ ഇങ്ങനൊക്കെ പറയുമോ? അവിടെ മുഖത്ത് നോക്കി നല്ല ചുട്ട മറുപടി എനിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ അമ്മായിമ്മയെന്ന് പറഞ്ഞ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? എനിക്ക് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്. ചൊറിഞ്ഞിട്ടുണ്ടെങ്കിലേ മന്തിയേ പറ്റൂ. ഓ നിനക്ക് തമിഴൊക്കെ അറിയാമല്ലോ. കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെയാ? എന്നാ ഞാനേ സ്പോക്കൺ തമിഴ് പഠിച്ചോളാം. സ്പോക്കൺ തമിഴാ? സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ സ്പോക്കൺ തമിഴും കാണും. പിടിച്ചു നിൽക്കാനാണെങ്കിലേ ഞാൻ സഹായിക്കാം. പിടിച്ചു നിൽക്കാനായിട്ടേ ഈയിടെയായിട്ട് TV-യിൽ ഞാൻ തമിഴ് പടമൊക്കെ കാണുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ നീ അത് പറ. പറയാ. പക്ഷെ ഞാൻ ഇന്നലെ ചോദിച്ച കാര്യം ചേച്ചി തന്നില്ലല്ലോ. അതെന്തോന്ന് കാര്യമാടി? എനിക്ക് ലോൺ അടക്കാൻ വേണ്ടി ഒരു 5000 രൂപക്ക് ചോദിച്ചില്ലേ? ഒരക്ക് തീ പിടിക്കുമ്പോ തന്നെ നീ വാഴ വെട്ടണം. അല്ല, വാഴ വെട്ടിയിട്ട് ഞാൻ പൊരക്ക് തീ കത്തിക്കാം. എടിയേ എന്റെ പൊര ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നതിനല്ലേ ഞാൻ കാശ് ചോദിച്ചത്. ഓ നീ ഒച്ച വെച്ച് നീ അവള് കേക്കണ്ട. അവള് കേട്ടാലേ എന്റെ മകനോട് പറഞ്ഞു കൊടുക്കും. കാശൊക്കെ ഞാൻ തരാം. പക്ഷേ നീ എന്നെ വേഗം തമിഴ് പഠിപ്പിക്കണം. അതും പോരാഞ്ഞിട്ട് ഇവളെ എന്റെ കാൽച്ചുവട്ടിലൊന്ന് വരുത്തി തരാൻ വേണ്ടിട്ട് നീ എന്നെ സഹായിക്കുകയും വേണം. അതൊക്കെ ഞാൻ ചെയ്യാം. അല്ല ചേച്ചി, മരുവളോട് ഇത്ര ദേഷ്യം തോന്നാൻ എന്താ കാരണോ? എടി അതെ, എന്റെ ആങ്ങളയോട് ഞാൻ പറഞ്ഞായിരുന്നു അണ്ണന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാ വന്നു. അവളാണെങ്കിലോ പൈനാപ്പിള് പോലൊരു പെണ്ണ്. അതെന്ത് തലക്ക് കെട്ടി വെച്ചേക്കോണോ? എടി അതല്ല, കാണാൻ എന്തോ ഒരു ചന്തവാ. ആ നാട്ടില് അവളെ പോലെ സുന്ദരിയായ ഒരു പെണ്ണില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അണ്ണനോട് പറഞ്ഞു, അണ്ണാ എന്റെ മൂത്ത മകനെ കൊണ്ട് അവളെ കെട്ടിക്കാ വന്ന്. അന്നേരല്ലേ ഇവന് ജോലി കിട്ടിയത്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ജോലിക്ക് പോയി. അവിടെ ചെന്ന് ഈ തമിഴത്തിയെ കണ്ട്. അവളാണെങ്കിൽ അവനെ കണ്ണും കലാശവും ഒക്കെ കാണിച്ച് മയക്കി എടുത്ത് അവന്റെ കൂടെ അവൾ ഇങ്ങ് ചാടിപ്പോന്നു. അന്ന് പിണങ്ങിത ഞാനും എന്റെ അണ്ണനും. അയ്യോ ഈ മരുമകളെ മരണക്കണക്കിലിട്ട് കറക്കി എടുക്കുന്ന കാര്യം ഈ ജയന്തി ഏറ്റി. എന്നാലേ നമുക്ക് തമിഴ് പഠിച്ചു തുടങ്ങാം. ശ്രദ്ധിച്ചു കേക്കണം. ഈ തമിഴ് എന്ന് പറയുന്നതേ മലയാളത്തിന്റെ അനിയനായിട്ട് വരും. ഇച്ചിരി നീട്ടലും ഇച്ചിരി കുറുക്കലുണ്ടെന്നേ ഉള്ളൂ. എളുപ്പം പഠിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ സുഖം, അവരുടെ ദുഃഖം. ഓ അല്ലേ, അവർക്ക് സൗഖ്യം. നമ്മുടെ അണ്ണൻ, അവരുടെ അണ്ണി. ഓ അല്ല, അവർക്ക് അണ്ണേ. അപ്പൊ ഈ ഭർത്താവിന് എന്തോന്ന് പറയും? കണവാന്ന് പറയും. അപ്പൊ ചെമ്പല്ലി ആയിരിക്കും ഭാര്യ. ചെമ്പല്ലി നത്തോലിയൊന്നും അല്ലേ, ഭാര്യയൊക്കെ പൊണ്ടാട്ടിന്ന് പറയും. ഭർത്താവിന് പൊണ്ടാട്ടനെന്നും പറയാം. ഓ നാശിച്ച്. ഞാൻ നിങ്ങളെ മണ്ടത്തരം പഠിപ്പിക്കണോ തമിഴ് പഠിപ്പിക്കണോ? തമിഴ് പഠിപ്പിക്കണം. പയ്യെ സാപ്പിട്ടാൽ പനയും സാപ്പിടാം. സാപ്പിടുന്ന കാര്യം പറഞ്ഞപ്പോഴാ ചായക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവിഴം പവിഴം. ഇതാർക്കാ ഈ 2 ഗ്ലാസ്സിൽ ചായ? ഒന്ന് അത്തേക്കും ഒന്ന് ഇവങ്ങൾക്കും. ഇതിലേതാ വിത്തൗട്ട്? ഇത് വിത്തൗട്ട്. വിത്തൗട്ട് എനിക്കിന്ന് വേണ്ട. വിത്തൗട്ട് നീ കുടിച്ചോ, ഞാൻ മധുരമുള്ളത് കുടിച്ചോളാം. എന്തോന്ന് ചായ? ഇതാണോ ചായ? ഓ ചൂടുമില്ല കടുപ്പവുമില്ല. അതെങ്ങനെയാ? എന്റെ ഒരു മകനുണ്ടല്ലോ, ഇവളെ കെട്ടിയെഴുന്നള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വന്നവന്. അവന് ഒരു ഉത്തരവാദിത്തമില്ല. അവൻ നേരം വെളുക്കുമ്പോ ഇറങ്ങും ബിസിനസ് 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 എന്ന് പറഞ്ഞോണ്ട്. പെണ്ണുമ്പിള്ള ഇവിടെ ഇരുന്നുണ്ട് അവൻ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന കാശും കൊണ്ട് മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മുട്ടിപ്പിക്കുക. ഇതാണോ ഈ ചായ? ആണോ? ഒരു തുള്ളി പോലും വെക്കാതെ മുഴുവനും കുടിച്ചു അല്ലേ? അവളിങ്ങനെ കണ്ടെടുത്ത് കയറി ഇറങ്ങിയും കുടിച്ച് അവക്ക് ശീലമുണ്ട്. അതുപോലാണോ ഞാൻ? തറവാട്ടിൽ പറഞ്ഞ് എനിക്ക് കുടിക്കാൻ പറ്റിയ ചായയാണോ ഇത്? ആണോ?
இப்படி கை நீட்டு பேசுறது எனக்கு பிடிக்கவே பிடிக்காது. വിരൽ ഒടിക്കരുത്. உங்க பிள்ளைக்கு ஆ. சாமி மேல சத்தியம் பண்ணி கொடுத்துருக்கேன், உங்களை திட்ட மாட்டேன்னு. അവൾ എന്ത് പാടി പറഞ്ഞേ? അയ്യോ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അയ്യോ ഞാൻ കൂടി പറഞ്ഞിട്ട് അത് വൃത്തികേടാക്കണോ? വേണ്ടേ, ഒരമ്മായി അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാവുന്ന കാര്യമാണോ അവള് പറഞ്ഞേ? അതേടി, നീ ആടി തിട്ടമാട്ടെ. നിന്റെ വീട്ടിലുള്ളവരാ തിട്ടമാട്ടെ. നിന്റെ കുടുംബക്കാര് മുഴുവൻ തിട്ടമാട്ടയാടി. ஐயோ அப்படியொன்னும் பேசக்கூடாது. என் வீட்டாரை இப்படி திட்டவே கூடாது. என் கண்ட்ரோல் போனா நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன். ഇവളെന്താ പാടി 4 മാസത്തെ കണക്കൊക്കെ പറയുന്നേ? എന്റെ ചേച്ചിയുടെ വേറെ ചാടിയല്ലേ ഇരിക്കുന്നത്. വായത്തിലുണ്ടെന്നാ അവള് പറയുന്നേ. ഇവളെന്നെ നാണം കെടുത്തിയോ അടങ്ങും. എടി, ഞാൻ പേര് നിർത്തുമ്പോ നീ ജനിച്ചിട്ടില്ല. കേട്ടോടി അഹങ്കാരി, തിട്ടമാട്ടെ. என்னத்த இவ்வளவு லூஸ் மாதிரி பேசிட்டு இருக்கீங்க? அறிவு கெட்ட முண்டோ. അവൾ എന്ത് പാടി ഇപ്പൊ എന്നെ വിളിച്ചേ? അത് ചേച്ചീനെ പറ്റി നല്ലതാ പറഞ്ഞെന്നാ തോന്നുന്നത്. അറിവെന്ന് പറഞ്ഞാല് ജ്ഞാനം, മുണ്ടെന്ന് പറഞ്ഞാല് മണ്ട. ചേച്ചിയുടെ തലക്ക് നിറച്ചും അറിവാണെന്ന്. അതേടി, ഞാൻ അറിവ് കെട്ട മുണ്ടവാടി. എന്റെ വീട്ടുകാരും അറിവ് കെട്ട മുണ്ടവാ, എന്റെ കുടുംബക്കാരും അറിവ് കെട്ട മുണ്ടവാ. അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അതിന് ഈ പഞ്ചായത്തിലുള്ളവർക്ക് മുഴുവനും അറിയാം ഞങ്ങൾ അറിവ് കെട്ട മുണ്ട കുടുംബക്കാരാണെന്ന്. அடடா, என் பைத்தியக்காரி மாமி, எனக்கு எவ்வளவு கோபம் வந்தாலும் உங்க மூஞ்சிய பார்த்தா மறைஞ்சே போகுது. എന്തോന്ന്? உங்க மூஞ்சிய பார்த்து. ചേച്ചി ഇത്രയും നാളെന്നെ ഇവള് ചീത്ത വിളിക്കത്തില്ല. എന്റെ ചീപ്പ് ഇവളെന്നെ ചീത്ത വിളിച്ചു തുടങ്ങി. അയ്യോ, എന്റെ ചേച്ചി, അയ്യോ അത് ചീത്തയല്ലേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ മുഖം. അവളെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ஏன் அத்தை, என் ராசாத்தி. പാടി പോ. എടി, ഇവളെന്നെ ആവശ്യത്തിലേറെ പറയും. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ കൈ കണ്ട് ഇങ്ങനെ ഒരു വെപ്പുണ്ട്. അതെന്തിനാടി? ഓ, അത് അവരുടെ സ്നേഹപ്രകടനമാ ചേച്ചി. സ്നേഹപ്രകടനമായിരുന്നു. ശോ, ഞാൻ കരുതി ഇവൾ എന്റെ മേക്കപ്പ് മൊത്തം തുടച്ചു മാറ്റിയിട്ട് എന്റെ തനി രൂപം നാട്ടുകാരെ കാണിക്കാൻ പോവാണെന്ന്. அத்தை, என் ராசாத்தி, மீன் குழம்பு வைக்க போட்டுமா? ആമ്മ ആമ്മ. എടി, നീ ഇനി വന്നേ. എന്തു? നീ അവളുടെ പോക്ക് ശ്രദ്ധിച്ചോ? ചിരിച്ചോണ്ട് അവൾ എന്റെ കഴുത്തറക്കുവാണോന്ന് എനിക്കൊരു സംശയം. ചേച്ചി, എനിക്കും തോന്നി അവള് സൈലന്റ് കില്ലറാണെന്ന്. എടി, നിനക്കൊരു കാര്യം കേൾക്കണോ? എന്ത്? എന്റെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ വന്നിരുന്നോണ്ട് അവളുമാരുടെ മരുമക്കിട്ട് 8ന്റെ പണി കൊടുക്കുന്ന കഥ പറയുമ്പോ എനിക്ക് അങ്ങ് കോതി വരും. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഈ അമ്മായിമ്മമാരുടെ ജീവിതം പൂർണ്ണമാകുന്നത് എപ്പോഴാ? അത് മക്കളും കൊച്ചുമക്കളൊക്കെ ആവുമ്പോ. എടി, അമ്മായിമ്മമാരുടെ ജീവിതം പരിപൂർണമാകുന്നത് ഈ മരുമക്കളുമാരെ ഉണ്ടല്ലോ, അവളുമാരെ നമ്മുടെ കയ്യിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അമ്മാനമാടി ഈ പന്ത് കെട്ടട്ടുകയില്ലേ, അതുപോലെ ഒരൊറ്റടി അങ്ങോട്ട്, അവിടുന്ന് ഒരൊറ്റടി ഇങ്ങോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ വരച്ച വരയിൽ കാൽച്ചോട്ടി കൊണ്ടുവരണം. എന്നാലേ അമ്മായിമ്മമാരുടെ ജീവിതം പരിപൂർണമാകൂ. ഇപ്പൊ എന്താ വേണ്ടത്? മരുമകളെ കാൽ ചുവട്ട് കൊണ്ടുവരണം. അതല്ലേ വേണ്ടത്. കാലുവേദന ഉണ്ടോ? അയ്യോ, വേദനയേ ഉള്ളൂ. വിളിക്ക്, കോയമ്പിട്ട് തരാൻ പറ. വിളിക്കല്ലേ? പവിഴം, പവിഴം. എന്നത്തെ? മക്കളിങ്ങോട്ട് വാ. ഇത്തിരി കുഴമ്പിട്ട് അമ്മയുടെ കാലൊന്ന് തടവിത്താ, ഭയങ്കര വേദന. വലിക്കടാ. അവളെന്താ പറഞ്ഞത്? അയ്യേ, ഒരു വലി വലിക്കാൻ. എടി ദുഷ്ടത്തി, കണ്ണിച്ചോരയില്ലാത്തവളെ, നീ എന്നോട് തന്നെ ഇത് പറയണമടി, കേട്ടോ?
എടി നിനക്ക് കേക്കണോ? എന്ത്? കഴിഞ്ഞ ആഴ്ച ഇവിടെ പെരിയച്ചനോ ആരാണ്ട് ഇവരുടെ നാട്ടിൽ മരിച്ച്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോയി. അവിടെ ചെന്നപ്പോ ഇങ്ങനെ മരിച്ചു കുത്തിയിരിക്കുവാണല്ലോ. അവിടെ ചെന്ന് ഇവളും ഇവിടെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് ആ മരിച്ചു കുത്തിയിരിക്കുന്ന ആളിന്റെ മുമ്പൊക്കെ ചെന്ന് ഓ നാണം കിട്ടന്റെ തൊലി ഉരിഞ്ഞു പോയി. ചേച്ചിക്ക് അതൊക്കെ നല്ല ഓർമ്മയാണല്ലോ. ഞാനൊരു 5000 മറിക്കാൻ പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്നെ മറിച്ചിട്ടാനല്ലോ. എടി കാശൊക്കെ തരാം. നീ ഒരു കാര്യം ചെയ്യണം, വേഗത്തിൽ എന്നെ തമിഴ് പഠിപ്പിക്കണം. എന്നിട്ട് വേണം അമ്മായിമ്മ എന്ന ആധിപത്യം അവളുടെ തലയ്ക്ക് മേലെ സ്ഥാപിക്കാൻ. അതിന് അവിടെ കടിഞ്ഞാണ് മുത്ത എന്റെ ഈ ഇടത് കയ്യിലായിരിക്കണം. അപ്പൊ വലത് കൈക്കെന്ത്? ഇതെന്റെ ഭർത്താവിന്റെ അരിഞ്ഞാണച്ചരണ്ടിരിക്കല്ലേ, അത് വിട്ട് അങ്ങാരും കൊണ്ടുവരും പോവുകയല്ലേ. ഓ അങ്ങനെ. ആ ചേച്ചി അരഞ്ഞാണ് വിടണ്ട. വിടാതെ അകത്ത് പോയിട്ട് എന്റെ പൈസ എടുത്തോണ്ട് വരണം. ഓ ചെല്ലി അതെ. പോകുമ്പോ അവൾക്കിട്ടൊരു ഡയലോഗ് കാച്ചി. അവള് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുന്നു തൂക്കാതെ പോയി വേല പാക്കടി. ഇത് ഞാൻ പൊളിച്ചടുക്കും. തൂക്കാതെ വേലപ്പാക്കടി, ഇരുന്ന് തൂക്കാതെ വേലപ്പാക്കടി, ഇരുന്ന് തൂക്കാതെ വേലപ്പാക്കടി, ഇരുന്ന് തൂക്കാതെ വേലപ്പാക്കടി. ഹലോ ചേട്ടാ, വേണ്ടേ? ഞാൻ ഈ മാസത്തെ ചിട്ടീന്റെ പൈസ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം ചെയ്യണം, 3-4 തമിഴ് സിനിമയുടെ ലിങ്ക് എന്റെ വാട്സപ്പിലേക്ക് ഇട്. അടുത്ത മാസം ചിട്ടി അടക്കണ്ടേ? ബാക്കിയെല്ലാം പിന്നെ പറയാം. വെച്ചോ. ശരി. എടി പെണ്ണുമ്പിള്ളേ, നിന്നെ തന്നെ ഞാൻ വിളിച്ചത്. കുട്ടിക്ക് മലയാളം അറിയാം. എനിക്ക് മലയാളവും എല്ലാം അറിയാടി. ദേ അമ്മായി മരുമോളം ആവുമ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിരിക്കും. അതിനിടയ്ക്ക് ഒന്ന് ചോര ഊറ്റി കുടിക്കാൻ നീ ആരടി? അറിവ് കേട്ടോ. ഉണ്ടാ അവളെ ഒരു തമിഴ്. എടി ഞാൻ ഈ തമിഴൊക്കെ പറഞ്ഞ് ഇവിടെ അണഞ്ഞു നിൽക്കുന്ന എന്തിനാന്നറിയാവോ? എന്നെ അവിടെ നിന്ന് കെട്ടിച്ചു വിട്ടപ്പോ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ദേ നീ പോണ വീട്ടിലെ അമ്മമാരൊക്കെ പ്രായമാവും, കൊച്ചു പിള്ളേരെ സ്വഭാവമൊക്കെ കാണിക്കും, നീ അതുകൊണ്ട് പെറ്റ അമ്മയെ പോലെ നോക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അണഞ്ഞു നിൽക്കുന്നത് കേട്ടോടി. അമ്മായിയമ്മയുടെ മുമ്പിൽ തോൽവി സമ്മതിക്കാനാണല്ലേ? തോൽവിയൊന്നും സമ്മതിക്കണല്ല. എടി നമ്മൾ അമ്മായി അമ്മയുടെ മുമ്പേ യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനെക്കാട്ടിലും സ്നേഹം കൊടുത്തങ്ങ് തോറ്റു കൊടുത്താ പോരേടി. ഇനി 2-3 പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്ന ദേ ഈ പവിഴത്തിന് വേറൊരു മുഖം കൂടിയുണ്ട്, നീ അറിയും. വേറെ മുഖം ഉണ്ടാ? അതങ്ങ് നാറുകോലിൽ പോയി കേള്, ഈ ഗില്ലി റാണി ആരെന്ന് അപ്പൊ അറിയാം. ഒരു വട്ടം നാം പേസിക്കിട്ടാ 100 വട്ടം പേസിന മാതിരി ശരിയാ. എനിക്കിങ്ങനെ സാരി ഉടുക്കാനും അറിയാം, എടുത്ത് കുത്താനും അറിയാം. എന്താ എനിക്ക് ഉടമ്പ് ശരിയല്ല. നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുക്ക്. ചെല്ല്. ശരി അച്ഛാ ശരി. വെള്ളിടി വെട്ടി മാതിരി ഇരിക്കുന്നേ. അതുണ്ടല്ലോ, ചേച്ചി റിസ്ക് എടുത്ത് തമിഴ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അവളെ മലയാളം പഠിപ്പിക്കുന്നതല്ലേ? എങ്കിലേ ചേച്ചിയുടെ കാൽച്ചുവട്ടിൽ അവള് വരും. ശരിയാ. അവളും മലയാളം പഠിക്കുകയാണെങ്കിൽ എനിക്ക് അവളെ ഒന്ന് വാരിയിട്ട് അലക്കാം. പിന്നെ അല്ല, നിനക്ക് ഇപ്പൊ കാശ് കൈ കിട്ടിയപ്പോഴാണല്ലോ ഈ ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇത് ബുദ്ധിയല്ലേ, റോക്കറ്റ്. പവിഴ എന്നത്തെ ഇങ്ങോട്ട് വാങ്ക. എന്നെ നിനക്ക് ഈ തമിഴല്ലാതെ വേറെ ഏതൊക്കെ ഭാഷ അറിയാം? എനിക്ക് ഹിന്ദി തെറിയും. നമുക്ക് ഹിന്ദിയും തെറിയും അറിയാവുന്നു. ചേച്ചി ഹിന്ദിയിലെ തെറിയങ്ങാണ്ട് കേക്കണം, ഒന്ന് തള്ളിപ്പോവും. അയ്യോ അത്ത അപ്പടിയൊന്നും ഇല്ല, എനിക്ക് ഹിന്ദി പേസ തെരിയുന്ന്. അവക്കതൊക്കെ അറിയാവുന്നു. പവിഴം, നിനക്ക് മലയാളം പഠിക്കാൻ ഇഷ്ടമാണോ? മലയാളം എനിക്ക് ரொம்ப പിടിക്കും അത്ത. അവക്ക് പിടിക്കും. അപ്പോ ഇന്ന് മുതല് നിന്നെ മലയാളം പഠിപ്പിക്കുന്നത് ഇവളാ അല്ലേടി? അതുണ്ടല്ലോ ചേച്ചി, ഈ വാർപ്പിൽ വെക്കുന്ന ഇറുണ്ടല്ലോ, ആ ഇറൊഴിച്ച് ബാക്കിയല്ല എനിക്ക് മണി പോലെ അറിയാം. ഈ വഴക്കുണ്ടാക്കാനേ ഇറിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അങ്ങ് നടന്നു പൊക്കോളും. നീ പഠിപ്പിച്ചു തുടങ്ങിക്കോളെ. அத்தை வேണ്ട அத்தை, பாஷை படிக்கிறது தெய்வம் மாதிரி. நீங்க எனக்கு தெய்வம் மாதிரி இல்ல, நீங்க எனக்கு படிப்பிச்சா போதும் அத்தை. പവിഴം വിഷമിക്കാതെ എഴുന്നേര്. അയ്യോ, സ്നേഹത്തിന് മുന്നിൽ ഭാഷയും ദേശവും ഒന്നും ഒരു പ്രശ്നമല്ലടി. അയ്യോ, ഇത് ഈ കനകത്തിന്റെ തങ്ക കട്ടിയില്ലേ? കണ്ടോടി എന്റെ മോടെ സ്നേഹം, കണ്ടോ?
അയ്യോ എന്റെ ഇളയ മോന അപ്പൊ ഫോണും കൂടെ പോയേനെ. മോനെ മക്കളെ എവിടെയാടാ? ജോലിക്ക് പോയോ? ജോലി സ്ഥലത്താണോ? എന്നാ മോനെ? അമ്മക്ക് സുഖ മക്കളെ. എല്ലാവർക്കും സുഖവാ. മക്കൾക്ക് സുഖമാണോ? എന്താ മക്കളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ലീവിനോ? അയ്യോ എന്റെ പൊന്നുമക്കൾ ഓടിവാ, അമ്മയ്ക്ക് കാണാൻ കൊതിയായി. എന്നാ മോനെ? അയ്യോ എன்னாச்சு? അത്തെ അത്തെ എன்னாச்சு? അയ്യോ ഞാൻ എങ്ങനെ പറയൂ? അയ്യോ എന്നാ? അയ്യോ അവൻ ഇങ്ങോട്ട് വരുമ്പോഴേ